അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ഏറ്റവും ആദരണീയനായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി.പി. അബ്ദുള്ള കോയ മദനി, ജനറൽ സെക്രട്ടറി പി.പി. ഉണ്ണിൻകുട്ടി മൗലവി, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളെ, ISMൻ്റെയും MSMൻ്റെയും MGMൻ്റെയും ഒക്കെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയത്തിൽ അടുത്ത 2 മാസക്കാലം അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇറങ്ങാൻ മുജാഹിദുകൾ തീരുമാനിച്ചിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള അതിശക്തമായ ബോധവൽക്കരണം ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയാണ് എന്ന് അതിൻ്റെ അനുഭാവികളും എതിരാളികളും ഒരുപോലെ തിരിച്ചറിയുന്നു. നവോത്ഥാന പ്രവർത്തനങ്ങളെ വഴിതിരിച്ചു വിടുവാനും നവോത്ഥാന പരിശ്രമങ്ങളെ വികലമാക്കുവാനും ആസൂത്രിതമായ ശ്രമം നടക്കുന്നതിനിടയിലാണ് നാം നവോത്ഥാന മുന്നേറ്റത്തെക്കുറിച്ച് പറയുകയും സമൂഹത്തിൽ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് ബൗദ്ധിക നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളീയ പരിസരത്തെ നവോത്ഥാനത്തെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ച് യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ പിന്മുറക്കാർ ഉലമാ സമ്മേളനങ്ങളും ഉമറ സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തെ കീഴ്മേൽ മറിക്കാനുള്ള ഈ ശ്രമങ്ങളെ വൈജ്ഞാനികമായി പ്രതിരോധിക്കുക എന്നതാണ് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർക്കും യുവജന നേതാക്കൾക്കുമെല്ലാം ചെയ്യാനുള്ളത്. കുരിശുപടയാളികളാൽ പ്രചോദിതരായിക്കൊണ്ട് കേരളീയ പരിസരത്തേക്ക് കടന്നു വന്ന മിഷണറിമാരും യാഥാസ്ഥിതിക പുരോഹിതന്മാരും ചരിത്രത്തിൽ നൈരാശ്യങ്ങൾ നിറച്ച മുസ്ലിം സമൂഹവും അതായിരുന്നു കേരളത്തിൻ്റെ ഒരു ഇരുണ്ട സാഹചര്യം. ആ ഇരുളിൽ നിന്നാണ് നവോത്ഥാന പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ട് സമൂഹത്തെ നാം വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്രരേഖയാണ്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്ന സത്യമാണ്. ആ ചരിത്രരേഖകൾ സംസാരിക്കുന്നിടത്തോളം കാലം നവോത്ഥാന പരിശ്രമങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന ശക്തികൾക്ക് അവരുടെ യാഥാസ്ഥിതിക വാദങ്ങളുമായിട്ട് കടന്നു വരുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ യാഥാസ്ഥിക വിഭാഗങ്ങളുടെ പിന്മുറക്കാർ ചരിത്രത്തെ കയ്യേറ്റം ചെയ്യുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മുസ്ലിയാർ ഈ അടുത്ത കാലത്തായി എഴുതിയത് കേരളത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം ഇവിടെ വൈജ്ഞാനിക തൃഷ്ണയുള്ള, തർബീയത്തുള്ള, തസ്ഗീയത്തുള്ള ഒരു സമൂഹമായിരുന്നു കേരളത്തിൽ എന്നും നിലനിന്നിരുന്നത്. അതുകൊണ്ട് മുജാഹിദുകൾ അവകാശപ്പെടുന്ന നവോത്ഥാനം എന്ന് പറയുന്നത് വ്യാജമാണ് എന്നാണ് ഒരു മുസ്ലിയാർ ഈയിടെയായിക്കൊണ്ട് അവരുടെ പത്രത്തിൽ എഴുതിയത്. ഈയിടെയായിക്കൊണ്ട് മാത്രമല്ല, നിരന്തരമായിക്കൊണ്ട് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അതാണ്. ഇവിടെ ഒരു വ്യാജ നവോത്ഥാനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വ്യാജ നവോത്ഥാനത്തിന്റെ വക്താക്കളാണ് സനാഉള്ള മക്തിത്തങ്ങളും വക്കം മൗലവിയും KM മൗലവിയും KM സീതി സാഹിബും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഈ മൊയ്തു മൗലവിയുമെല്ലാം എന്ന് നിർലജ്ജം എഴുതുകയും പറയുകയും ചെയ്യുന്നു. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഈ ചരിത്ര പുരുഷന്മാരുടെ പേരുകൾ വെട്ടിമാറ്റുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം ലോകത്തെ ഇന്ന് എല്ലാ അർത്ഥത്തിലും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സൂഫിസ്റ്റുകളുടെയും ഷിയായിസത്തിന്റെയും ആശയങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പുതിയ ഭാവത്തിലും രൂപത്തിലും നട്ടുവളർത്തിക്കൊണ്ട് നവോത്ഥാന പരിശ്രമങ്ങളെ അപ്രസക്തമാക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ സുഹൃത്തുക്കൾ അത് കാണാതെ പോകരുത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
കഴിഞ്ഞ മാസം തൃശൂരിൽ വെച്ച് ഇവിടുത്തെ അറുപിന്തിരിപ്പൻ യാഥാസ്ഥിക വിഭാഗമായ കാന്തപുരം വിഭാഗത്തിന്റെ ഒരു ഉലമാ സമ്മേളനം തൃശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സമ്മേളനം ഉയർത്തിയ ആശയമെന്ത് എന്ന് കേരളീയ പൊതുമണ്ഡലത്തിൽ ജീവിക്കുന്ന ഏത് ആൾക്കും അറിയാവുന്ന വസ്തുതയാണ്. കേരളീയ പരിസരത്തിലെ നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പല ഭാഗത്തും അവർ ബോർഡ് എഴുതി തൂക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയമായിരുന്നു. കേരളത്തിൽ ഒരു വ്യാജ നവോത്ഥാനമാണ് നടന്നത്. KM മൗലവിക്കോ KM സീതി സാഹിബിനോ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനോ അതുകൊണ്ട് തന്നെ നവോത്ഥാന ചരിത്രത്തിൽ പ്രസക്തിയില്ല എന്ന് ജനങ്ങളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി, യാഥാസ്ഥിതിക പണ്ഡിതന്മാരുടെ മനസ്സുകളിലേക്ക് അടിച്ചു കയറ്റുന്നതിന് വേണ്ടിയായിരുന്നു ഈ യാഥാസ്ഥിക വിഭാഗം ഇങ്ങനെ ഒരു ഉലമാ സമ്മേളനം സംഘടിപ്പിച്ചത്. ആ ഉലമാ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിക്കൊണ്ട് അവർ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്, കെട്ടിയിറക്കിയത് ഇറാഖിലെ ഷിയ ബുദ്ധിജീവിയായ, ലിബറൽ ബുദ്ധിജീവിയായ അഹമ്മദ് ഖുബൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാർജയിലാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്ത് എന്നറിയണമെങ്കിൽ അൽ അറബിയ ചാനലിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന ഇന്റർവ്യൂകൾ, അഭിമുഖങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ദീർഘമായ ഇന്റർവ്യൂകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശുദ്ധ ഷീഈ ആശയക്കാരനാണ് അഹമ്മദ് ഖുബൈസ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം മുത്അ വിവാഹത്തെ അനുവദനീയമാക്കുന്നു. ആണും പെണ്ണും ഇടകലർന്നു ജീവിക്കുന്നത് അനുവദനീയമാക്കുന്നു. മുആവിയയെയും അലിയെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന് സാധ്യമല്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഷീഈ ബുദ്ധിജീവികൾ നിരന്തരമായി ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിചിത്രമായ ആശയങ്ങൾ എഴുന്നള്ളിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അഹമ്മദ് ഖുബൈസ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെയാണ് കാന്തപുരം അവരുടെ ഉലമാ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കൊണ്ടുവന്നത്. നമ്മൾ മാത്രം പറഞ്ഞ കാര്യമല്ല, ഇവിടുത്തെ യാഥാസ്ഥിക വിഭാഗങ്ങളും ഈ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് ഇവിടുത്തെ സമസ്ത ഷീഈ ബന്ധം എന്നുള്ളത് ഒരു പുത്തരിയല്ല, പുതുബന്ധമല്ല. കാലങ്ങളായിക്കൊണ്ട് ആ ബന്ധം നമ്മുടെ കേരളീയ പരിസരത്ത് നിലനിൽക്കുകയാണ്. ബോംബെയിൽ നിന്ന് വണ്ടി കയറി കൊണ്ടോട്ടിയിലെത്തിയ ഒരു ഷീഈ പുരോഹിതനിലൂടെയാണ് കേരളത്തിൽ ഷിയ ആശയങ്ങൾ വേരുപിടിക്കുന്നത്. പക്ഷിപ്പാട്ടിലൂടെയും കുപ്പിപ്പാട്ടിലൂടെയും മാപ്പിളപ്പാട്ടിലൂടെയും സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിൽ അത് പ്രചരിക്കുകയും അലിയാരുടെയും അതുപോലെ തന്നെ ഹസൈൻ ഹുസൈനിന്റെയും ഫാത്തിമയുടെയും എല്ലാം തന്നെ മഹത്വം പറഞ്ഞുകൊണ്ട് പൊതുമണ്ഡലത്തിൽ സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി, സമ്മതി നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരമായ പരിശ്രമങ്ങളാണ് നടന്നത്. അതിനെ വൈജ്ഞാനികമായി പ്രതിരോധിക്കാൻ മഖ്ദൂം കുടുംബം പരിശ്രമിച്ചുവെങ്കിലും കൊണ്ടോട്ടിക്കാർ അതിനെ അതിജയിക്കുകയും ഇവരുടെ ഖബറാരാധനയും സംഗീതവും അതുപോലുള്ള ഇടകലരലും അങ്ങനെ ഇസ്ലാമികമായി വിരുദ്ധമായ കാര്യങ്ങൾ മുഴുവൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നു, മൗലിദ് കാലമാകുമ്പോൾ, റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ സിറിയയിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ലുബ്നാനിൽ നിന്നും ഷീകളും സൂഫിസ്റ്റുകളും കേരളത്തിലേക്ക് വണ്ടി കയറുകയാണ്. തബലയുമായി കൊട്ടുപാട്ടുകളുമായി കൊണ്ട് ആടിപ്പാടിക്കൊണ്ട് നേർച്ച പൂരങ്ങളിൽ അവരുടെ പ്രകടനങ്ങൾ നടത്തുന്നു. ഇത് സൂഫി ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്, ഷീഈ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് എന്ന് വാടകയ്ക്ക് കിട്ടുന്ന എഴുത്തുകാരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ വസ്തുത. ഈയിടെയായിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖമായ ബുദ്ധിജീവികളെല്ലാം വായിക്കുന്ന ഒരാഴ്ച പതിപ്പിൽ ലിബറൽ മതേതരവാദിയായ ഹമീദ് ചേന്നമംഗല്ലൂരിന്റെ ഒരു ലേഖനം വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലുള്ള ആളുകൾ ഷിയാക്കളെ അപരവൽക്കരിക്കുകയാണ് ചെയ്തത്, അരിക്കാക്കുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് അദ്ദേഹത്തെ പോലുള്ള ലിബറൽ മതേതരവാദികൾ എഴുതുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഷീകളാണ് ഇന്ന് മുസ്ലിം ലോകത്തെ സർവ്വ പ്രശ്നങ്ങളുടെയും വേര് എന്ന് സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉയൈനയിലും ഹുറൈമയിലും ദർഇയയിലും ജീവിക്കുന്ന കാലഘട്ടം, അവിടെ ശിർക്ക് അദ്ദേഹം സൂചിപ്പിക്കുക മാത്രമാണ്, ഒരാളെയും മുശ്രിക്ക് മുദ്രയടിച്ചിട്ടില്ല. കുഫർ എന്തെന്ന് സൂചിപ്പിക്കുക മാത്രമാണ്, പഠിപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്തിട്ടുള്ളത്. ആരെയും കാഫിർ മുദ്രയടിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഭരണാധികാരികളുടെ പിന്തുണ ലഭിക്കുകയായിരുന്നു. അതാണ് ആധുനിക സൗദി അറേബ്യയുടെ അടിത്തറ എന്ന് സൂക്ഷ്മമായി വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹത്തെ ഖാരിജിയാക്കുവാൻ, തീവ്രവാദിയാക്കുവാൻ അതിശക്തമായ പ്രചാരണമാണ് സൂഫിസ്റ്റുകളും ഷീകളും ഇക്കാലം വരെയും നടത്തിയിട്ടുള്ളത്. അതിനുപോൽപലകമായിട്ട് അവർ ഉദ്ധരിക്കുന്ന
പ്രമാണങ്ങൾ ഏത് എന്ന് കാണുമ്പോഴാണ് നാം അത്ഭുതപ്പെട്ടു പോകുന്നത്. ഹിജറ 200-ൽ അഥവാ 1000 വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ ജനിച്ച് ഖവാരിജ് ആശയങ്ങൾ പ്രചരിപ്പിച്ച അബ്ദുൽ വഹാബ് അബ്ദുറഹ്മാൻ റുസ്തം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇസ്ലാമിന് കടകവിരുദ്ധമായ ആശയങ്ങളാണ് ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചത്. ഖവാരിജ് ആശയമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ലോകത്തിന്റെ പ്രവാചകൻ മുസ്ലിം ലോകത്തിന് താക്കീത് നൽകിയ ആശയങ്ങളായിരുന്നു അബ്ദുൽ വഹാബ് അബ്ദുറഹ്മാൻ റുസ്തം എന്ന് പറയുന്ന ഖവാരിജ് ആശയക്കാരനായ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് അക്കാലഘട്ടത്തിലെ ലോകത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ മുഴുവൻ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇസ്ലാമിക ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം ഇസ്ലാമിന് പുറത്താണെന്നും അദ്ദേഹം തീവ്രവാദിയാണെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വഹാബിയൻ ആശയം എന്ന് മുദ്രയടിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കണം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രബോധന പരിസരം എന്ന് പറയുന്നത് അറേബ്യൻ ഉപദ്വീപാണ്. എന്നാൽ ഈ അബ്ദുൽ വഹാബ് അബ്ദുറഹ്മാൻ റുസ്തം എന്ന് പറയുന്നവരുടെ ജീവിതം നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കൻ നാടിലാണ്, മൊറോക്കയിലും പരിസരങ്ങളിലുമാണ്. 1000 വർഷങ്ങളുടെ വ്യത്യാസം അവർ തമ്മിലുണ്ട്. എന്നാൽ അബ്ദുൽ വഹാബ് അബ്ദുറഹ്മാൻ റുസ്തം എന്ന് പറയുന്ന ആ മനുഷ്യനെതിരെ അന്നത്തെ പണ്ഡിതന്മാർ പുറപ്പെടുവിപ്പിച്ച ഫത്വകൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ശേഷം 1000 വർഷങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിൽ ജീവിച്ച പ്രബോധനം ചെയ്ത ഒരു നവോത്ഥാന നായകനെ ഇകഴ്ത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വഹാബി എന്നുള്ള മുദ്ര എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അബ്ദുൽ വഹാബ് അബ്ദുറഹ്മാൻ റുസ്തമിനെതിരെ അന്ന് അവിടുത്തെ പണ്ഡിതന്മാർ പേര് നൽകിയതാണ് വഹാബി എന്നുള്ളത്. അത് പിന്നീട് കടമെടുത്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പേരിൽ ചാർത്തുകയായിരുന്നു സൂഫിസ്റ്റുകളും ഷീയിസ്റ്റുകളും ചെയ്തിട്ടുള്ളത്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് ലിബറൽ മതേതരവാദികൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലുള്ള നവോത്ഥാന നായകന്മാരുടെ മേൽ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നവോത്ഥാന നായകന്മാരെ ഇകഴ്ത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇന്ന് പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളില്, ഇന്ത്യയിലെ ഉയർന്ന വിദ്യാകേന്ദ്രങ്ങളിൽ ഒക്കെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. സൂഫിസ്റ്റുകളാണ് അതിന്റെ പിന്നിൽ, ഷിയ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്നവരാണ് അതിന് പിന്നിൽ. അതിനുവേണ്ടി സ്കോളർഷിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു, വലിയ ഫണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. തുർക്കിയിലെ സൂഫി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ അതിശക്തമായ ഒരു വിങ് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അബ്ദുള്ള ഗുലൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് ഈയിടെയായി നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കാണുകയുണ്ടായി. ഇസ്ലാമിക രാജ്യത്ത് ഒരു നവജാഗരണമാണ് യഥാർത്ഥത്തിൽ തുർക്കിയിൽ നടക്കുന്നത്. അവിടെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഉണർവും വികാസവും കണ്ടുകൊണ്ട് യൂറോപ്പും അതുപോലെ സയനിസ്റ്റുകളും എല്ലാം തന്നെ തുർക്കിയെ തകർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് അബ്ദുള്ള ഗുലൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം അമേരിക്കയിൽ നിന്നുകൊണ്ട് സൂഫികളുടെ പിന്തുണയോടുകൂടി തുർക്കിയിൽ അട്ടിമറി ശ്രമം നടത്തിയിട്ടുള്ളത്. അവരുടെ അട്ടിമറി ശ്രമങ്ങൾ ലോകത്ത് വലിയ ചർച്ചയായ വിഷയമാണ്. ഗുലൻ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്ത് വരെ അനുയായികളുണ്ട്. ആ സൂഫിസത്തെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ കേരളത്തിൽ വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ സൂഫിസ്റ്റുകളും ഷീയിസ്റ്റുകളുമാണ് ഇന്ന് കേരളീയ പരിസരത്തെ മലിനമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഗവേഷണങ്ങളിലൂടെ, വൈജ്ഞാനിക സദസ്സുകൾ സൃഷ്ടിച്ചുകൊണ്ട്, സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, വൈജ്ഞാനികമായ പ്രതിരോധമാണ് ഇവിടെ ആവശ്യം. നവോത്ഥാനത്തെ കുറിച്ച് നിരന്തരമായി പറയുകയും വൈജ്ഞാനിക പ്രതിരോധം തീർക്കുവാൻ എന്റെ ചെറുപ്പക്കാർ രംഗത്ത് വരണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, കേരളത്തിലെ നവോത്ഥാന പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് അത് വേറിട്ട ഒരു നവോത്ഥാന പ്രവർത്തനമാണ്. അത് ലോകത്തെവിടെയും നടന്നിട്ടില്ലാത്ത രൂപത്തിലുള്ള ഒരു നവോത്ഥാന പ്രവർത്തനമാണ്. പക്ഷേ അന്ന് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സനാഉള്ള വ്യക്തിത്വങ്ങളും വഖം മൗലവിയും KM സീതി സാഹിബും KM മൗലവിയും അതുപോലുള്ള മഹാന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു. സയ്യിദ് റഷീദുള്ളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും ഒക്കെ നവോത്ഥാന പരിശ്രമങ്ങളെ കുറിച്ച് അവർ കേട്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. അവരുടെ വിശ്വാസത്തെ തലനേറി പഠനം നടത്തിയിട്ടല്ല വഖം മൗലവി അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന പരിശ്രമങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞത്? അത് തൊണ്ട തൊടാതെ കേരളത്തിലേക്ക് ഇങ്ങോട്ട്
കൊണ്ടുവന്ന് വിഴുങ്ങുകയായിരുന്നില്ല. അല്ലെങ്കിൽ സയ്യിദ് റഷീദ് റിദ, അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, ഇവരൊക്കെ പറഞ്ഞത് അതേപടി പകർത്തിക്കൊണ്ടുവരികയല്ല. മറിച്ച് ആ കാലഘട്ടത്തിൽ അൽമനാറായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത്. അറിയാവുന്ന മേഖലകളിൽ നിന്ന് ചില നവോത്ഥാന പരിശ്രമങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് അത്തരം ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വേറിട്ട ഒരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയെ ഷീഈ പണ്ഡിതനാക്കിക്കൊണ്ടും പേരുമാറുന്ന ഒരു മനുഷ്യനാക്കിക്കൊണ്ടും ചിത്രീകരിക്കുവാനും അങ്ങനെ സലഫി പ്രസ്ഥാനത്തിന്റെ പേരിൽ അത്തരം ആളുകളെ വെച്ചുകെട്ടുവാനും ഒക്കെ ആസൂത്രിതമായി ശ്രമം നടക്കുകയാണ്. എന്നും മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളത്, ഏതെങ്കിലും ഒരു നേതാവിനെ, ഒരു പരിഷ്കർത്താവിനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പരിപാടി മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. അറബ് രാജ്യങ്ങളിൽ നിന്ന്, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതൊക്കെയും അപ്പടി വിഴുങ്ങിക്കൊണ്ട് ഇതാണ് ഇസ്ലാം, ഇതാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പറയുന്ന ഒരു ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത വസ്തുതയാണ്. അതുകൊണ്ട് നവോത്ഥാന നായകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ നവോത്ഥാന പരിശ്രമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? മുജാഹിദുകൾ പറയുന്നത്, ഇവിടെ KM മൗലവി പറയട്ടെ, അല്ലെങ്കിൽ KM സീതി സാഹിബ് പറയട്ടെ, വിശുദ്ധ ഖുർആനിനും തിരുനബിയുടെ ചര്യക്കും വിരുദ്ധമാണെങ്കിൽ അവരെയല്ല നമ്മൾ അനുസരിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഖുർആനിനെയും തിരുനബിയുടെ ചര്യയുമാണ് നമ്മൾ പിന്തുടരുന്നത് എന്ന് മുജാഹിദുകൾ അതിശക്തമായി കൊണ്ടതിന്റെ അനുയായികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെയാണ് സൂഫിസ്റ്റുകളും ഷീയിസ്റ്റുകളും അതിശക്തമായി കൊണ്ട് നവോത്ഥാനത്തെ വികലമാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്ന് എന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിൽ സൂഫിസത്തെ വല്ലാതെ മഹത്വവൽക്കരിക്കുവാൻ വേണ്ടി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ ആവനാഴിയുള്ള സർവായുധങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. വൈജ്ഞാനിക ചെറുത്തുനിൽപ്പിന് അവരുകൂടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൂഫിസത്തിന് സുഗമമായി കടന്നു പോകുവാനുള്ള വഴികൾ സൃഷ്ടിക്കുവാനാണ് വർഗീയ ഫാസിസ്റ്റുകൾ അജണ്ടയൊരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, 1925 സവർക്കർ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിത്തറ പാകുകയുണ്ടായി. എന്നാൽ 1922 തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ട എന്ത് എന്ന് സവർക്കറിനെ പോലുള്ള ആളുകൾ ഇന്ത്യയിൽ എഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ സാമൂഹ്യ നിർമ്മിതിയിലൂടെ ഇന്ത്യ രാജ്യത്തിന്റെ വിമോചനം എന്നും ഇന്ത്യയെ സമ്പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുമുള്ള അജണ്ടയിലാണ് അവർ അക്കാലഘട്ടം വരെ, അന്ന് മുതൽ ഇന്ന് വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ 100 ആണ്ട് തികയുകയാണ് 2022 അതുകൊണ്ട് തന്നെയാണ് UP-യിൽ സ്വാമി ആദിത്യനാഥ് അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ആക്രോശിക്കുകയുണ്ടായി. ഞങ്ങൾക്കൊരു 3 വർഷം കൂടി തരൂ, ഞങ്ങൾക്ക് കുറച്ച് കാലം കൂടി തരൂ, 2022 ഇന്ത്യയെ മുഴുവൻ ഞങ്ങൾ നിറം മാറ്റി തരാമെന്നും ഇന്ത്യ രാജ്യത്തെ സമ്പൂർണ്ണ ഹിന്ദു രാഷ്ട്രമാക്കി തരാമെന്നും പറയുകയുണ്ടായി. അതിനുള്ള വലിയ സഹായമാണ് സൂഫിസ്റ്റുകൾ ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UP-യിൽ ചില മൗലാനമാരെ വാടകക്കെടുത്തുകൊണ്ടായിരുന്നു ആദിത്യനാഥും സംഘവും അധികാര പീഠങ്ങളിലേക്ക് നടന്നു കയറിയത് എന്ന് നിങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ കാണാൻ കഴിയുന്നു. ഹിന്ദു ദിനപത്രം അത് സംബന്ധമായി കൊണ്ട് പല ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവിടുത്തെ വാടക മൊല്ലമാരെ എടുത്തുകൊണ്ടാണ് പലപ്പോഴും തട്ടമിട്ട മുസ്ലിം സ്ത്രീകളെ പോലും കാവിവർണ്ണത്തോടൊപ്പം ചേർക്കുവാൻ അവിടെ പരിശ്രമമുണ്ടായത്. എന്ന് പറഞ്ഞാൽ സൂഫിസ്റ്റുകൾക്ക് സഞ്ചരിക്കുവാനും അതുപോലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് അധികാര കുഞ്ചിക സ്ഥാനങ്ങളിൽ എത്തുവാനും പരസ്പരം കൊണ്ടും കൊടുത്തുകൊണ്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാജ്യമാക്കി പരിവർത്തിപ്പിക്കുവാൻ ഏക തടസ്സമായി നിൽക്കുന്നത് ഹൈന്ദവ സമൂഹത്തിലെ ജാതികളും ഉപജാതികളും എന്നുള്ള സമസ്യകളാണ്. ആ ഉപജാതികളും ജാതികളും തമ്മിലുള്ള വൈജാത്യങ്ങൾ തീർക്കുവാനുള്ള അതികഠിനമായ പരിശ്രമമാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഗീയ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ചിലയിടങ്ങളിൽ ജാതീയമായ വേർതിരിവുകൾ ഇല്ലാതാക്കുവാൻ നേതാക്കൾ നേരിട്ടെത്തിക്കൊണ്ടിരിക്കുന്നു. മതനിരപേക്ഷതയോടൊപ്പം നിൽക്കുന്ന ആളുകളെ പോലും ചാക്കിട്ട് പിടിച്ചുകൊണ്ട് വർഗീയ ഫാസിസം ഇവിടെ തിടം വയ്ക്കുമ്പോൾ, ഇവിടെ പണം വിടർത്തിയാടുമ്പോൾ സൂഫിസ്റ്റുകളാണ് അതിനു വേണ്ടി കൈയടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്.
ലോക സൂഫി സമ്മേളനത്തിൽ ഈ കേരള മണ്ണിൽ നിന്ന് പങ്കെടുത്തത് ആര് എന്ന് ചോദിച്ചാൽ 2 വലിയ തട്ടിപ്പുകാരാണ്. 1-ാം നമ്പർ തട്ടിപ്പുകാരനായ കാന്തപുരം അഥവാ കോടിക്കണക്കിന് രൂപ ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി, മുടിപ്പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത കാന്തപുരമാണ് അതിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ. അതോടൊപ്പം സ്വലാത്ത് വിറ്റുകൊണ്ട് മലയാളികളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഖലീൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. ഈ 2 പേരും സൂഫിസ്റ്റുകൾക്ക് വേണ്ടി എല്ലാവിധ സഹായവും ചെയ്ത് വർഗീയ ഫാസിസ്റ്റുകളെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശയില്ല, പ്രതീക്ഷയാണുള്ളത്. പക്ഷേ വർഗീയതയ്ക്ക് പ്രതിവർഗീയതയല്ല കൂട്ട്, പ്രതിവർഗീയതയല്ല പരിഹാരമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. വർഗീയ ഭ്രാന്ത് പിടിച്ച ചില ചെറുപ്പക്കാര് അവർ തീരുമാനിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനെ കൊല്ലണമെന്ന്. ചില പത്രങ്ങളൊക്കെ എത്ര ലാഘവത്തോടു കൂടിയാണ് ആ കാര്യം കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവരൊക്കെ എഴുതിയത് മൂക്കറ്റം കുടിച്ച് ലക്കും ലഗാനും ഇല്ലാതായപ്പോൾ തൊട്ടടുത്ത പള്ളിയിൽ കണ്ട ഒരുത്തനെ അങ്ങ് കൊന്നു എന്ന രൂപത്തിലാണ് പത്രങ്ങളൊക്കെ പിറ്റേന്ന് എഴുതിയത്. അവർക്കാരെയാണ് കൊല്ലേണ്ടത് എന്ന കാര്യത്തിൽ തെറ്റുപറ്റിയില്ല. മൂക്കില്ലാതെ കുടിച്ചെങ്കിലും ലക്കില്ലാതെ കുടിച്ചെങ്കിലും പള്ളിയിലേക്ക് നടന്നു വരാനുള്ള വഴി അവർക്ക് തെറ്റിയില്ല. കൃത്യമായി അവർ പള്ളിയിൽ വന്നു, വാതിലിൽ മുട്ടി, കല്ലെറിഞ്ഞു, കണ്ടവനെ കുത്തിക്കൊന്നു, അറുത്തുകൊന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ ഫാസിസ്റ്റുകളുടെ കരങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കാസർഗോട്ടെ മുസ്ലിങ്ങൾ മാതൃകാപരമായ സംയമനത്തിന്റെ മാതൃകാപരമായ അടയാളങ്ങളായി ഉയരുകയാണ് ചെയ്തത്. ക്ഷമ കൊണ്ടായിരുന്നു അത്തരം സംഭവങ്ങളെ അവർ പ്രതിരോധിച്ചത്. ഫൈസൽ എന്ന ചെറുപ്പക്കാരന് കൊടിഞ്ഞിയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഇവിടുത്തെ ഒരു ഇടത് മതേതര ലിബറലും അതിനെ സംബന്ധിച്ച് എഴുതിയതായി നമ്മൾ കണ്ടില്ല. ഒരു മുസ്ലിം ആയതുകൊണ്ട് അതായിരിക്കാം, അല്ലെങ്കിൽ ആണ്. അത്തരം സംഭവങ്ങൾ വേഗം മറക്കുന്നതിന് വേണ്ടി, മറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിയുടെ എന്തോ ഒരു രഹസ്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാടടച്ച് വെടിവെച്ചൊച്ചയും ബഹളവും ഉണ്ടാക്കിയ മാധ്യമങ്ങൾക്കെന്തേ ഇന്ന് നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം നടന്നിട്ട് അത് മറച്ചു പിടിക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ പിന്തുടരുന്നത്. ഞാൻ വർഗീയതയും വർഗീയ ഫാസിസ്റ്റ് ശക്തികളും സൂഫിസ്റ്റുകളും തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം തുറന്നു കാണിക്കുക എന്നുള്ള വലിയ ഡ്യൂട്ടിയാണ് എനിക്കും നിങ്ങൾക്കും ഇവിടെ നിർവഹിക്കാനുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയും. മുജാഹിദുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. മുജാഹിദുകൾ ഒരിക്കലും തീവ്രവാദത്തെയോ ഭീകരവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ഇന്നവൻ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, അവനെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാം ആസ്വദിക്കുന്നവരുമുള്ള അങ്ങനെയുള്ള സാഡിസ്റ്റുകളുമല്ല മുജാഹിദുകൾ എന്ന് പറയുന്നത്. ഈ സമുദായത്തിന്റെ ഭദ്രതയാണ് മുജാഹിദുകൾ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. നാടിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി, നാടിൽ സുഹൃതങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് മുജാഹിദുകൾ എന്നും പണിപ്പെട്ടിട്ടുള്ളത്. മുജാഹിദിന്റെ നേതൃത്വം അതാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ദൗത്യവുമായി കൊണ്ട് അല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1-ാം നാൾ മുതലുള്ള ഒരു ദൗത്യവുമായി കൊണ്ട് വീണ്ടും നമ്മൾ രംഗത്തിറങ്ങുകയാണ്. ഇവിടെ ഖബർ പൂജ അതിന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ കൂടോത്രങ്ങള്, മാരണങ്ങള്, റൂഹാനി കൂടല്, ഇറങ്ങല്, കയറല്, ഇതുപോലുള്ള ഏർപ്പാടുകള് വീണ്ടും പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് അതിനെ ന്യായീകരിക്കുവാൻ പുരോഹിതന്മാർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം പുരോഹിതന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്ന സമീപനങ്ങള് നവോത്ഥാന പ്രസ്ഥാനം എന്ന് അഭിമാനിച്ചിരുന്ന ആളുകളിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഖബർ പൂജക്കെതിരെ, ഇവിടുത്തെ ശവകുടീര പൂജക്കെതിരെ അതിശക്തമായി ശബ്ദിച്ചുകൊണ്ട് പ്രബോധനം നടത്തിയ ആളുകളെ കുരുക്കിലാക്കും വിധം നവോത്ഥാനത്തിന്റെ പേരിൽ ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വല്ലാത്ത ഫിത്നയും ഫസാദും ഉണ്ടാക്കുകയുണ്ടായി. അത്തരം ഫിത്നകളും ഫസാദുകളും തകർത്തുകൊണ്ടും യാഥാസ്ഥിക വിഭാഗങ്ങൾ ഒരുക്കുന്ന കെണികളെ അതിജയിച്ചുകൊണ്ടും നവോത്ഥാന പ്രസ്ഥാനവുമായി കൊണ്ട് നവോത്ഥാന പ്രവർത്തനങ്ങളുമായി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നവോത്ഥാനം എന്ന് പറയുന്നത് പുനരുത്ഥാനമല്ല. എവിടെയെങ്കിലും കടക്കുന്നതെല്ലാം വാരി വലിച്ച് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന പുനരുത്ഥാന പ്രവർത്തനത്തിന് നവോത്ഥാനം എന്ന് പറയുന്നില്ല. നവോത്ഥാനം എന്ന് പറയുന്നത് തജ്ദീദാണ്,
ശരിയായ തജ്ദീദാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്, നാം നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. ശരിയായ ഇസ്ലാഹാണ് നമ്മുടെ സമൂഹത്തിൽ നാം നടത്തേണ്ടത്. ഏതെങ്കിലും വിഭാഗങ്ങൾ ചെയ്യുന്നതെല്ലാം തന്നെ വാരി വലിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ ഈ സമുദായത്തിലേക്ക് വലിച്ചിറക്കിക്കൊണ്ട് ആ സമൂഹത്തെ വഴിതെറ്റിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ എൻ്റെ സഹോദരങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. കേരളം എന്ന് പറയുന്നത് നല്ല അന്ധവിശ്വാസങ്ങൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണായിക്കൊണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആർത്തിയും ദുരയും ഒക്കെ തന്നെയും എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ദുരാഗ്രഹങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ആത്മീയ വാണിഭക്കാർ അരങ്ങ് വാഴുന്ന അതിദയനീയമായ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾ ദൈവങ്ങൾ വലിയ മാമാങ്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസികളെ ഒരു ഭ്രാന്തനവസ്ഥയിലേക്ക് വളർത്തിയെടുത്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നാളിൽ ചെറിയ തലേക്കെട്ടുമായി നടന്നിരുന്ന ആളുകൾ പച്ച തലേക്കെട്ടുമായി കൊണ്ട് ഇമ്മിണി വലിയ ഔലിയാക്കളായി പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാതിരിക്കുവാൻ നിവർത്തിയില്ല. മുജാഹിദുകൾക്ക് മാത്രമേ ഇത് പറയുവാനുള്ള ധാർമ്മികമായ അവകാശമുള്ളൂ. അതുകൊണ്ടാണ് മുജാഹിദുകൾ ആ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുള്ളത്. നവോത്ഥാനം എന്ന് പറയുന്നത് വളർച്ചയാണ് എന്ന് എന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്നത് റിവേഴ്സ് ഗിയറിലേക്ക് തിരിഞ്ഞു നടക്കലല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കസറഇൻ അഖ്റജ ശതഅഹു ഫആസറ ഫസ്തഗ്ലല ഫസ്തവ അലാ സൂഖി യുഅജിബു الزراع ليغيظ بهم الكفار എന്ന് വിശുദ്ധ ഖുർആൻ ഒരു മനോഹരമായ ഉപമയിലൂടെ വിശ്വാസി സമൂഹത്തിന്റെ ക്രമപ്രവർത്തമായ വളർച്ചയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് ഒരു ചെടി പോലെയാണ്. ആ ചെടി അതിന്റെ കൂമ്പ് പുറത്തേക്ക് കാണിച്ചു, അതിന്റെ കാണ്ഡത്തിന്മേൽ അത് എഴുന്നേറ്റ് നിന്നു, അത് കർഷകന് കൗതുകമുണ്ടാക്കുന്ന രൂപം കാണിച്ചു, സത്യനിഷേധികൾക്ക് അതിൽ അരിശമുണ്ടായി എന്നൊക്കെ പറയുമ്പോ വിശ്വാസി സമൂഹത്തിന്റെ ക്രമപ്രവർത്തമായ വളർച്ചയെയാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. നിന്നിടത്ത് നിന്ന് തിരിയലല്ല നവോത്ഥാനം, കെട്ടിക്കിടക്കുന്ന വെള്ളം കണക്കെയല്ല നവോത്ഥാനം, കെട്ടിക്കിടക്കുന്ന കുളം കണക്കെയല്ല നവോത്ഥാനം. അതിൽ ചണ്ടിയും ചരക്കുകളും വന്നടിയുമ്പോൾ പരിസരത്തിലുള്ള ആളുകൾ അവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുകയും അവസാനം ആ ശുദ്ധജല സ്രോതസ് വറ്റിപ്പോവുകയും ചെയ്യുമെന്ന് എന്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അജണ്ട എന്തെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. അജണ്ട എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. താലിബാൻ പ്രസ്ഥാനത്തിന്റെയും അൽ ഖായിദ പ്രസ്ഥാനത്തിന്റെയും തീവ്രവാദി സംഘങ്ങളുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ചരിത്രം എന്താണ്? ശത്രുവിനെ നേരിടുന്നത് കഴിയുമ്പോൾ പരസ്പരം ശത്രുക്കളായി അവരെ തന്നെ മാറ്റിക്കൊണ്ട് പരസ്പരം തല അറുക്കുന്ന സ്വഭാവത്തിലേക്ക് മുസ്ലിം സമൂഹം പോകാൻ പാടില്ല. മുല്ല ഉമറിനെ പോലെ അതുപോലുള്ള സൂഫിസ്റ്റുകൾ നേതൃത്വം നൽകിയ ഭീകര പ്രസ്ഥാനത്തിന്റെ പരിണതി എന്തായിരുന്നു എന്ന് പഠിക്കേണ്ടത് കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. എന്നും ഉൾപാർട്ടി സംഘർഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ഒരു കാലഘട്ടത്തിൽ തീവ്രവാദത്തിലായിരിക്കും. തീവ്രവാദികളോട് യുദ്ധം ചെയ്ത് ആ തീവ്രവാദികളെ അട്ടിയോടിച്ചു കഴിഞ്ഞാൽ പിന്നീട് പരസ്പരമായിരിക്കും അവർ തലയറുത്തുകൊണ്ടിരിക്കുക. ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. പരസ്പരം ഒറ്റിക്കൊടുത്തുകൊണ്ടും പരസ്പരം കുതികാൽ വെട്ടിക്കൊണ്ടും കേരളീയ നവോത്ഥാന പരിസരത്തെ മലിനമാക്കുവാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് അരുതെന്ന് പറയുവാനുള്ള ആർജവമാണ് എന്റെ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ നമുക്ക് വേണ്ടത്. നാം രംഗത്തിറങ്ങുകയാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ നടത്തുന്ന ക്യാമ്പയിനോടനുബന്ധിച്ചുകൊണ്ട് ഏപ്രിൽ 21 കാസർഗോഡ് നിന്ന് തന്നെ നാം തുടങ്ങുകയാണ്. ഓരോ ജില്ലയിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും ആത്മീയ അതിവാദങ്ങളുടെയും കൊട്ടക്കൊത്തളങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് അത് ജാറങ്ങളുടെയും പൂരങ്ങളുടെയും നാടൻ നാളുകൾ പറഞ്ഞഭിമാനിക്കുന്ന പട്ടാമ്പിയിൽ അത് സമാപിക്കുമ്പോൾ കേരളത്തിൽ വലിയ ഒരു മാറ്റത്തിന് അത് തിരുക്കൊളുത്തിയിരിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു മഹായാത്ര ആരംഭിക്കുകയും തെക്കൻ ജില്ലകളിൽ നവോത്ഥാനത്തിന്റെ സന്ദേശങ്ങൾ വിതറിക്കൊണ്ട് അത് പട്ടാമ്പിയിൽ സമാപിക്കുകയും ചെയ്യുന്ന ഉജ്ജ്വലമായ ഒരു യാത്ര ഏപ്രിൽ 21 മുതൽ 30 വരെ നടക്കാനിരിക്കുകയാണ്. എന്റെ കാരണവന്മാരായ KNM സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, യുവാക്കളായ ഞങ്ങൾക്ക് പല പരിമിതികളും അതുപോലെ തന്നെ ഒരുപാട് പ്രതിബന്ധങ്ങളുമുണ്ട്. ഞങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടത്, ഞങ്ങളെ ഈ ദൗത്യത്തിന് എല്ലാ അർത്ഥത്തിലും പ്രാപ്തമാക്കേണ്ടത്, ഇത് വിജയിപ്പിക്കേണ്ടത് എന്റെ എല്ലാ സുഹൃത്തുക്കളുടെയും ബാധ്യതയാണ്. എവിടത്തെ KNM-ഉം ISM-ഉം MSM-ഉം അതുപോലെ എല്ലാവരും ഒത്തുപിടിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.
വർദ്ധിപ്പിക്കുവാൻ, ഈ വേനൽക്കാലത്ത് അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കുമെതിരെയുള്ള അതിശക്തമായ ഒരു താക്കീത് കേരള ജനതയ്ക്ക് നൽകുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത